മീനെ കാണിച്ചു തരാം. ഇതണ്ട ഇന്ന് പിടിച്ച മീനാണ്. എൻ്റെ പൊന്നെ ഹെവി സാധനം. ഫസ്റ്റ് മീൻ മീൻ അടിച്ചിട്ടുണ്ട്. നാലാമത്തെ മീൻ. ഫ്രണ്ട്സ്, മോർണിംഗ് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ. നമ്മൾ രാവിലെ വന്നിട്ടുണ്ട്. നമ്മുടെ മറ്റേ വേറൊരു കളത്തിലാണ്, നമ്മൾ ചപ്പിനകത്തൊക്കെ വലിച്ചു കയറ്റുന്ന കളത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്കൊരു ഫോളോ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് കാസ്റ്റിങ്ങിന് തന്നെ ഫോളോ ആ വെള്ളം പൊളിച്ച് അടിച്ചില്ല. ഫോളോ മാത്രമേ ഉള്ളൂ, അടി പൊട്ടിയില്ല. ഫസ്റ്റ് മീൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മീൻ കയറി വരുന്നുണ്ട്. പൊളി ഹുക്കപ്പ് ഒന്നും പറയാനില്ല. വെച്ച് കൊടുത്ത് അടിച്ച്. ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ ഒന്ന് അടിക്കുമെന്ന്. ഫസ്റ്റ് വരാല് എന്തോ സൈസ് വരാലടാ, ഹെവി വരാലാണ് അടിച്ചിട്ടുണ്ട്. നല്ല കിടുക്കം വരാൽ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇതുണ്ട് നല്ല ഹെവി വരാൽ. എൻ്റെ പൊന്നേ, ഇതുണ്ട് നല്ല കിടുക്കാച്ചിരി വരാൽ. മാന്താ പൈറ്റം ഒരു 1 kg എന്തെങ്കിലും ഉണ്ട് കേട്ടോ. അടിപൊളി പൊളി വരാൽ. പിന്നൊക്കെ നമുക്ക് അടിപൊളി നാടനാണ് കേട്ടോ. നാടൻ വരാലാണ് ഇത്ര സൈസ് കിട്ടുന്നത് നമുക്ക് കേട്ടോ. അടിപൊളി പൊളി ലിസാർഡ് ഫ്രോഗ് തെളിവിനെ കയറ്റിയിട്ട് നമുക്കൊന്നൊരു കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന പോക്കുണ്ടോ. ഇതുണ്ട് വരാലിനെ ഒറ്റയ്ക്ക് കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, അമ്മാരി സൈസ്. ഫസ്റ്റ് മീൻ കയറി. നമ്മുടെ ഫോൺ കണ്ടമാനം ഷെയ്ക്കാവുക, എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. നമ്മുടെ ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എന്തോ പ്രശ്നമുണ്ട്. മാക്സിമം വീഡിയോ കണ്ട് സഹകരിക്കുക എല്ലാവരും. നമ്മൾ ഉടനെ ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഫോണിൻ്റെ ഫോൺ കറക്റ്റ് സ്റ്റേബിളായിട്ടല്ല നിൽക്കുന്നത്. അത് ഫോണിൻ്റെ പ്രശ്നമല്ല, ഫോണിൻ്റെ ക്യാമറയുടെ പ്രശ്നമാണ്. നമ്മൾ ഉടനെ തന്നെ അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആകുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ. എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ പക്കയാക്കുന്നതായിരിക്കും. മാക്സിമം വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക നമ്മളെ. ഫോളോ 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 ഫോളോ. ചണ്ടിക്കകത്ത് കയറി പൊക്കി കയറ്റിയപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ മീനാണ് വരുന്നത്. ചണ്ടിക്കകത്ത് നമ്മൾ പൊക്കി കയറ്റി കേട്ടോ. വരാല് എന്ത് സൈസ് വരാലാണ്. ഇതുണ്ട് മാന്താ പോയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി സാധനം. കണ്ണൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. മയങ്ങിപ്പോയി ആശാൻ മീനെ കാണിച്ചത്. ഫ്രണ്ട്സ്, നമ്മുടെ മീനിൻ്റെ കണ്ണ് പോയി. നിങ്ങളൊന്നും വിചാരിക്കരുത്. കണ്ടോ, അടിച്ച് കണ്ണ് പോയി. ഹുക്കപ്പെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ലിസാർഡ് ഇരിക്കുന്നുണ്ടോ, അങ്ങ് നന്നാക്കില്ല, ഗ്രിപ്പർ എടുത്തില്ല. ഫ്രണ്ട്സ് ആണ് നമ്മുടെ ബ്രാവോടെ ഗ്രിപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രിപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ മീനെ പിടിച്ച കൈ പോയി. ഇതൊരു 1.5 കിലോ മണ്ടയിലുള്ള വരാലാണ് കേട്ടോ. ഹെവി വരാലാണ്, അത്രയ്ക്ക് ഹെവി വരാലാണിത്.
കണ്ടോ, എൻ്റെ പൊന്നെ എന്തോ സൈസടാ. നാടനാണ് കേട്ടോ, നാടൻ വരാല്ല. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല, നാടനാണ്. വിയറ്റ്നാം വരാല്ല അല്ല ഇത്. കണ്ടോ, ഇതിൻ്റെ അടിയിൽ മഞ്ഞ ഷെയ്ഡ് വരുന്നുണ്ട്. കണ്ടല്ലോ, കണ്ടോ അടിയിൽ മഞ്ഞ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതൊരു 1.5 കിലോ മണ്ടലുള്ള വരാല കേട്ടോ, ഹെവി വരാൽ. എന്തായാലും എടുക്കാം. നമ്മുടെ ലിസാർഡിൻ്റെ ഫ്രോഗാണ് ഇത്. ഹുക്ക് റിമൂവർ എടുക്കാം. ഫ്രോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫ്രോഗ് നമ്മുടെ മീനിൻ്റെ വായിന്ന് എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ എന്തോ സൈസാന്ന് നോക്കി. ഫിന്നലൊക്കെ ഒരു നീല ഷെയ്ഡ് കയറിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഇവനെ കൂടെ എടുത്തിട്ട് കാസ്റ്റ് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ വരാൽ കയറി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീനിൻ്റെ വായി കൊണ്ട് വിരലിട്ട് കൈ മുറിഞ്ഞ് രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട്. പൊളി. ഇതിപ്പോൾ അവിടെ കിടക്കട്ടെ. ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ ആ കളത്തിൽ നമ്മൾ മീൻ പിടിക്കുന്നത് കേട്ടോ. അത്രയും എനിക്ക് സൂമിട്ട് എടുക്കണമെന്നുണ്ട്, താല്പര്യമുണ്ട്. ഇങ്ങനെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫോളോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത്രയും ഇട്ടെടുക്കുമ്പോൾ ഭയങ്കര ഷെയ്ക്കിങ്ങാണ് ഈ ഫോണിന് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇത് മാറ്റിയിട്ടേക്കുന്നത്. എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ആ പ്രശ്നം കേട്ടോ, സോൾവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഉടനെ തന്നെ നമ്മളൊരു ഗോപ്ര എടുക്കും. എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓർത്ത് ചേറാനാ വരുന്നതെന്ന്. അതുപോലത്തെ ഫോളോ ആയിരുന്നു, അതുപോലത്തെ ഫോളോ. അടുത്തടി ഉണ്ട്, മൂന്നാമത്തെ മീൻ. എൻ്റെ പൊന്നി, നിങ്ങൾ കണ്ടോ, അങ്ങോട്ട് എറിഞ്ഞങ്ങോട്ട് ഇട്ടതേ ഉള്ളു. ചണ്ടിക്കടി കയറി. പൊട്ടല്. ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ ആ കളത്തിൽ നമ്മൾ മീൻ പിടിക്കുന്നത് കേട്ടോ. അത്രയും എനിക്ക് സൂമിട്ട് എടുക്കണമെന്നുണ്ട്, താല്പര്യമുണ്ട്. ഇങ്ങനെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫോളോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത്രയും ഇട്ടെടുക്കുമ്പോൾ ഭയങ്കര ഷെയ്ക്കിങ്ങാണ് ഈ ഫോണിന് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇത് മാറ്റിയിട്ടേക്കുന്നത്. എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ആ പ്രശ്നം കേട്ടോ, സോൾവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഉടനെ തന്നെ നമ്മളൊരു ഗോപ്ര എടുക്കും. എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓർത്ത് ചേറാനാ വരുന്നതെന്ന്. അതുപോലത്തെ ഫോളോ ആയിരുന്നു, അതുപോലത്തെ ഫോളോ. അടുത്തടി ഉണ്ട്, മൂന്നാമത്തെ മീൻ. എൻ്റെ പൊന്നി, നിങ്ങൾ കണ്ടോ, അങ്ങോട്ട് എറിഞ്ഞങ്ങോട്ട് ഇട്ടതേ ഉള്ളു. ചണ്ടിക്കടി കയറി. പൊട്ടല്. ഫ്രണ്ട്സ് ആണ്ട്, നമ്മൾ വേറെ ഹെലികോപ്റ്റർ ലൈനൊക്കെ കെട്ടിയെടുത്ത കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത്. എൻ്റെ ലിസാർഡ് പോയി, റെഡ് ടെയിൽ പോയി. അറിഞ്ഞിട്ട് കാര്യമില്ല, അന്യരാശിയുള്ളൊരു ഫ്രോഗായിരുന്നു എനിക്ക്. അത് പോയി. എൻ്റെ ഒരു ഒറ്റ സോക്കറ്റിൻ്റെ പുറത്ത് പോയ കേട്ടോ. ഞാൻ ഓവറായിട്ട് പിടിച്ച്, കാരണം ഇന്നലെ ചേറാനൊക്കെ കയറ്റിയപ്പോൾ ഞാൻ ഓവറായിട്ട് അതിൽ ടെമ്പർ കൊടുത്ത് കയറ്റിയത്. അതുകൊണ്ടാണ് അത് പൊട്ടിയത്. എല്ലാ സാധനം പൊട്ടത്തില്ല. എന്തായാലും ഇപ്പം ഇതുണ്ട്, ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ അവിടെ മൂന്നാമത്തെ മീനും കയറി. പൊളി സാധനം, കിടുക്കാച്ചി ഹുക്കപ്പ്. മീനെ കൊല്ലിക്കകത്തിട്ട് കാണിക്കാം, നമ്മൾ വെള്ളത്തിലാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങി വന്നായിരുന്നു. അവിടേക്ക് വെള്ളം ഉണ്ടാക്കുക. ഇങ്ങനെ കെട്ടെന്ന് അഴിച്ചോട്ടെ. പുള്ളി നൂത്തിട്ടുണ്ട്. സ്റ്റിക്ക് പോട്ട് വെക്കുന്നു. അങ്ങോട്ട് പോകുന്നു. കിടക്കത്തി വരാലുണ്ട്, കയറാനുണ്ട്. അങ്ങനെ നമ്മളിട്ട് ഇവിടെ മൂന്നാമത്തെ മീൻ കയറി. നല്ല ഹെവി സൈസും വരാലും ഇവിടെ കിടക്കുന്ന കേട്ടോ. മാറക്കട എന്ത് പോലെ ഇവിടെ മുറവായി ആറൊക്കെ വിളിച്ചും ഫ്രോ എടുക്കണ്ടേ. ഫ്രോ എടുക്കാതെ അങ്ങനെ എന്നെ കയറി
ഇത് സമ്മതിക്കത്തില്ല ഒരു നടയ്ക്ക് ഇരിപ്പെടുക്കാം. നാക്കേ കൂടെ കയറി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൂന്നാമത്തെ മീനും കരയ്ക്ക് കയറിയിട്ടുണ്ട്. ഇത് സാഹസ്യമായി. നമുക്കിപ്പോൾ 6-ാമത്തെയോ 7-ാമത്തെയോ മീൻ കിട്ടേണ്ട നമ്മളെ മേളിൽ നിന്ന് നമ്മുടെ മറ്റേ ലിസാർഡ് പോയി. നമ്മളിപ്പോൾ ഫുൾ റെഡ് ഇട്ടാണ് പിടിക്കുന്നത്. ഇവന് ഇച്ചിരി റബ്ബറിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. പക്ഷേ ഫ്രോ കിട്ടുക ഫ്രോ ഒന്നും പറയാനില്ല. ഇനി ആ കുറച്ച് നേരം കൂടെ നമുക്ക് കാച്ച് ചെയ്യാൻ സമയമുള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിന്ന് കുറേ മിസ്സായതുകൊണ്ടൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ മീൻ അടിക്കാനില്ല. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 2-3 മീൻ നമ്മുടെ ഇന്ന് മിസ്സായി. ഒരെണ്ണം പൊട്ടിച്ചോണ്ട് പോയതല്ല, നമ്മൾ വലിച്ചപ്പോൾ പൊട്ടിയതാണ്. അത് നല്ലൊരു ഹെവി വരാലായിരുന്നു, അങ്ങനെ പൊട്ടിയതത്. നാലാമത്തെ ഒരാൾ കയറി വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ മുങ്ങിൽ നമ്മൾ പാണ്ട എടുത്ത് കൊണ്ട് ഇട്ടപ്പോഴത്തേന് മീൻ അടിച്ചേട്ടോ. മറ്റത്തെ മീനങ്ങ് പറവറാന്നങ്ങ് മിസ്സാവുമായിരുന്നു. ജോയിൻ്റ് സാധനം നാടനാട്ടോ. എൻ്റെ പൊന്നി, ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ മാന്താപ്പ് ഐറ്റം. രക്ഷയില്ല, ഹെവി സാധനം കേട്ടോ അടിച്ചേക്കുന്നേ. താന്ന് പോയി പാണ്ടക്കകത്താട്ടോ. ഇതൊരു 2 കിലോ എന്തായാലും ഉണ്ട്, ഉറപ്പാണ്. എൻ്റെ പൊന്നെ പൊളി ഐറ്റം. അടക്കട കാണിച്ചു തരാം. എന്തായാലും 2 കിലോ പ്ലസ് ഉണ്ട് ഉറപ്പാണ്. എൻ്റെ സൈസ് ഉണ്ട് നിങ്ങൾ വരാണ്ട്. എൻ്റെ പൊന്നെ ഹെവി സൈസാണ്. പാണ്ട എടുത്ത് അങ്ങോട്ട് ഇട്ടു, മീൻ അടിച്ചു. അത് 4-ാമത്തെ മീനാട്ടോ. കാണിച്ചു തരാം. ഒന്നും പറയാനില്ല, എന്ത് സാധനമാണ്. പണി കിട്ടി. മീൻ പോയാൽ തീർന്നു. കൊല്ലിക്കത് കയറ്റിയിട്ടുണ്ട്. പാണ്ട ഈ സ്കില്ലാടി കൈ മുറിഞ്ഞ് ഒരാളിനെ പിടിച്ച് കൈ മുറിഞ്ഞ് വയസ്സ്. നമുക്ക് ഭയങ്കര ഊരം. വാതിറക്കത്തില്ല. ഞാൻ ആ ഫ്രോഗിങ് എടുത്തിട്ട് അത് കഴിഞ്ഞ് നീ വായടച്ച്. പൊളി. നമ്മുടെ 4-ാമത്തെ മീനും കയറി കേട്ടോ. നിങ്ങളെ വിശദമായിട്ട് ഞാൻ മേളിൽ ചെന്നിട്ട് കാണിക്കാം. വെള്ളത്തിലുള്ളൊരു പരിപാടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം പോയിട്ട് കാണിക്കാത്തത്. കെട്ടിയിട്ട് സെറ്റാക്കി കാണിക്കാം. ഇതുകൊണ്ട് നമ്മുടെ 4-ാമത്തെ വരാലാണ്. എല്ലാം ജോയിൻ്റ്. ഇതിപ്പോൾ കിട്ടിയ വരാല ഒരു 2 കിലോ എന്തായാലും മസ്റ്റായിട്ടും ഉണ്ട്. പൊളി ഐറ്റം. ആലോചിക്കണേ, ആലോചിക്കണം. നമ്മൾ ഇത്ര നേരം നമ്മുടെ റെഡ് ലിസാർഡ് എടുത്തിട്ടിട്ട് നമ്മൾ കണ്ട പാണ്ടയിലോട്ട് മാറിയപ്പോഴത്തേന് പാണ്ട എടുത്ത് ഫസ്റ്റ് കാസ്റ്റിങ്ങിന് അടി അതാണ് പാണ്ട. എൻ്റെ സ്പിന്നറിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, സ്പിന്നറിൻ്റെ സൗണ്ട് എന്തോ ഒരു എനിക്കറിയത്തില്ല ഗൈസ്. ഇവനൊരു പാണ്ടയും ലിസാർഡും എനിക്കറിയത്തില്ല എന്തൊക്കെയാണ്. അയ്യോ, റീലിനകത്ത് വെള്ളം കയറി, ശ്രദ്ധിച്ചില്ല. ഫ്രണ്ട്സ്, മീനെ കാണിച്ചു തരാം. ഇതണ്ട, ഇന്ന് പിടിച്ച മീനാണ്. എൻ്റെ പൊന്നെ ഹെവി സാധനം, ഹെവി വരെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പിടിച്ചൊരു 1 kg ഉള്ളൊരു സാധനത്തെ പിടിച്ച് നമുക്ക് ഈ പ്രാവശ്യം ലാസ്റ്റ് കിട്ടി വരാലോ കേട്ടത്. ഇതിൻ്റെ ലെങ്ത് നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ലെങ്ത് നോക്ക് കണ്ടോ. കറക്റ്റ് റീൽ സീറ്റിങ്ങിൻ്റെ അവിടെ നിന്ന് പിന്നെ വാല് വെളിയിൽ കിടക്കുമോ. എന്തോ വന്നോ. ഇതൊരു 2 കിലോ എന്തായാലും കറപ്പട്ടും കാണും. ഇതും അതുപോലത്തെ തന്നെ സാധനം. ഇതുണ്ട് ഹെവി വരാൽ 2 കിലോ മണ്ടലുള്ള വരാൽ. ഇതും അതുപോലെ തന്നെ കണ്ടോ. ഇതേ ഉള്ളൂ പിടിച്ചതിലൊരു 1 കിലോ റേഞ്ചുള്ള സാധനം. ബാക്കിയെല്ലാം 1.5 കിലോ 2 കിലോ റേഞ്ചുള്ള വരാലാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി മീനെല്ലാം നമ്മുടെ
അല്ലാതെ 3-4 മീൻ പോയി. എല്ലാം മാന്താപ്പ് മീനെന്ന് പറഞ്ഞാൽ മാന്താപ്പ് സാധനം. ഹെവി ആയിട്ട് 4 എണ്ണം.